കാസർഗോഡ് ജില്ലയിലെ ഉദുമ നിയോജക മണ്ഡലത്തിൽ പെരിയ ഒടയഞ്ചാൽ PWD റോഡിൽ പുതുതായി നിർമ്മിച്ച താനിയടി പാലത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച കേരള പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിച്ചു. ഇപ്പോൾ ഈ പാലം മാത്രമല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിവെച്ച എല്ലാ വികസന പദ്ധതികളും എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ ഗവൺമെന്റ് ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്നുകൂടി ഉറപ്പു നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, ഈ ജില്ലയിൽ തന്നെ അത്തരത്തിലുള്ള നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് അതിങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടും. നമ്മുടെ സംസ്ഥാനത്തും പശ്ചാത്തല വികസനവും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഒക്കെ ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എനിക്ക് പങ്കെടുക്കുന്നതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതി ഞാൻ ഈ നോട്ടീസ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചത്, ഈ പാലം നിർമ്മിക്കുന്നതിൽ സൗജന്യമായി സ്ഥലം വിട്ടുകൊടുത്ത ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അന്യാദൃശ്യമായ ഒരു സംഗതിയാണ്. സ്വർഗം പണിയാം എന്ന് പറഞ്ഞാൽ പോലും 1/2 ഇഞ്ച് സ്ഥലം വിട്ടുതരാത്ത ഒരു കാലമാണ്. മാത്രമല്ല, സ്വന്തം വീടിന്റെ മുമ്പിലൂടെ 4 വരി പാതയും 6 വരി പാതയും ഒക്കെ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ സ്ഥലം വിട്ടുതരില്ല, അയാളുടെ സ്ഥലം എടുത്തോ, അങ്ങേപ്പുറത്ത് കൂടി പോയിക്കോ, എന്തിന് എന്റെ സ്ഥലത്ത് കൂടി എടുക്കുന്നത്? അങ്ങനെ നിവേദനവുമായി നിരവധി ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. NH-47 അതേപോലെ തന്നെ NH-17 വികസിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിരവധി അപേക്ഷകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേ വശത്ത് കൂടി എടുക്കണം, ഇത് പെട്ടെന്ന് വരെയും വേണം, വൈകരുത് കേട്ടോ. ഇതിനൊരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. എന്റെ സ്ഥലം എടുത്തിട്ടല്ല, അപ്പുറത്തെ സ്ഥലം എടുത്തിട്ട് ഇത് വികസിപ്പിച്ച് 6 വരി പാതയാക്കണം. ഈ മനസ്ഥിതി, ഈ മൈൻഡ് സെറ്റുള്ള ഒരു സംസ്ഥാനത്ത് ഈ പാലത്തിന് വളരെ കുറച്ചായിരിക്കാം, കൂടുതലായിരിക്കാം. 1 ഇഞ്ച് സ്ഥലമെങ്കിൽ 1 ഇഞ്ച് സ്ഥലം വിട്ടു തന്ന ഇവിടുത്തെ സാധാരണക്കാരായ മുഴുവൻ ആളുകളെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കാം. ഇത് നമുക്ക് മാത്രം സ്വന്തമായ ഒരു പാരമ്പര്യവും പൈതൃകവുമാണ്. എല്ലാ കേരളീയരും ഈ മാതൃക പിന്തുടർന്നാൽ നമ്മുടെ വികസനത്തിന് ആക്കം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഉദുമ നിയോജക മണ്ഡലം MLA K കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ T ബാബുരാജ് സ്വാഗതം പറഞ്ഞു. പാലം നിർമ്മാണത്തിന് സൗജന്യമായി സ്ഥലം വിട്ടുതന്ന വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഉത്തരമേഖല കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ K ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉദുമ നിയോജക മണ്ഡലം മുൻ MLA KV കുഞ്ഞിരാമൻ വിശിഷ്ടാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, KN കുര്യാക്കോസ്, N കൃഷ്ണൻ, സൗമ്യ വേണുഗോപാൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു.